കടുമാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് 1 കിലോ മാങ്ങ വാങ്ങിയതാണ്. അപ്പോൾ അതിന് ചെറിയ മാങ്ങ കൊണ്ടാണല്ലോ ഇടുക. പക്ഷെ എനിക്ക് കിട്ടിയത് ഇച്ചിരിയും കൂടി വലുതാണ്. മാങ്ങ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിച്ചമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുമാങ്ങ അച്ചാർ ഇടാൻ വേണ്ടി മാങ്ങ വാങ്ങുമ്പോൾ നെട്ടിയുള്ള മാങ്ങ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഞാൻ വാങ്ങിയതിൽ പകുതി നെട്ടിയില്ലാത്തതും പകുതി നെട്ടിയുള്ളതുമാണ്. അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ചിലതുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഇരിപ്പുണ്ട്. അത് നല്ല വൃത്തിയുള്ള ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കണം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് മാങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും മാങ്ങ ഇടുക, അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇതിട്ട് വെച്ചിട്ട് 10-20 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി ഒരു പാത്രം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഓട്ടത്തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ വെള്ളം കളയണ്ട, വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മാങ്ങയുടെ വെള്ളം എന്താ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കടുക് വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉപ്പുമാങ്ങയുടെ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പുമാങ്ങയുടെ വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പുമാങ്ങയുടെ വെള്ളത്തിൽ ഉപ്പ് അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ പകുതി വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിക്ക് വേറെ കുറച്ച് വെള്ളം ചൂടാക്കി അത് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുമാങ്ങ അച്ചാർ പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടം. ചിലർക്ക് നന്നായിട്ട് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മാങ്ങയിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കട്ടെ അല്ലേ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാ മാങ്ങയിലേക്കും മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാത്ത ഒരു ബോട്ടിലായിരിക്കണം. വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാർ കേടാവും. പിന്നെ അച്ചാർ ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും നല്ലത് ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നനവുള്ള ടീസ്പൂൺ കൊണ്ടൊന്നും എടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഈ മാങ്ങയുടെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്കവരും ഇത് ഭരണിയിലൊക്കെയാണ് ഇട്ട് വെക്കുക. എൻ്റെ അടുത്ത് ഭരണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ളത്.
ചിലർ നല്ല വൃത്തിയുള്ള ഒരു തുണി നല്ലെണ്ണയിൽ മുക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ചങ്ങാണ്ട് അങ്ങനെ അടച്ചു വെക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ തൽക്കാലം ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ഭദ്രമായിട്ട് വെക്കുകയാണ്. ഇനി ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതെടുത്ത് നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു 3 മാസത്തിന് ശേഷം അതൊന്ന് പുറത്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പിക്കാണിത്.